സോ ഹേ ഗൈസ്, ഇത് നമ്മൾ ഓസിലേഷൻ ചാപ്റ്ററിന്റെ കുറച്ച് ഷോർട്ട് ട്രിക്സ് പഠിക്കാൻ പോവാണ് അല്ലേ. ഓസിലേഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഫസ്റ്റ് ഇയർ ഫിസിക്സിൽ വരുന്ന ചാപ്റ്റർ ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, സോ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെ ഇക്വേഷൻസ് ആ ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി, അല്ലെ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി, അല്ലെ ആക്സലറേഷൻ എ ഇസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. അല്ലെ ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നമ്മൾ ഒത്തിരി സോൾവ് ചെയ്യണം. കുറേ കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കുറേ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ അങ്ങനെ ഒത്തിരി സോൾവ് ചെയ്യാതെ തന്നെ നമുക്കൊരു ഷോർട്ട് ട്രിക്ക് മെത്തേഡ് ഉണ്ട്. ആ ഷോർട്ട് ട്രിക്ക് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഏത് ക്വസ്റ്റിൻ്റെ ആൻസർ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, ആ ഷോർട്ട് ട്രിക്ക് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കോൾഡ് ആസ് ഫേസർ ഡയഗ്രാം. ആ ഷോർട്ട് ട്രിക്കിൻ്റെ പേര് എന്താ? ഫേസർ ഡയഗ്രാം. അപ്പോൾ ഫേസർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കേണ്ടത് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സോ ആ ഫേസർ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഫേസർ ഡയഗ്രാം നമ്മൾ ആക്ച്വലി സെക്കൻഡ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? നമ്മൾ സെക്കൻഡ് ഇയറിൽ ഒരു ഫിസിക്സിൽ ഒരു ചാപ്റ്റർ ഫേസർ ഡയഗ്രാം പഠിച്ചിട്ടുണ്ട്. ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ എ സി അല്ലേ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഈ ഫേസർ ഡയഗ്രാം പഠിക്കുന്നുണ്ട്. നമ്മൾ കറന്റും വോൾട്ടേജിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നുണ്ട്. സോ ആ സെയിം സാധനം തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലും പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫേസർ ഡയഗ്രാം നോക്കിയേ, നമ്മൾ ഓസിലേഷൻ പഠിച്ചിട്ടുണ്ട്. ഓസിലേഷൻ എന്ന് പറയുന്നത് എന്ത് മോഷനാണ്? ഓസിലേഷൻ ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ്. അപ്പോൾ ടു ആൻഡ് ഫ്രോ മോഷൻ ആകുമ്പോൾ അതിൽ എന്തുണ്ടാവും? ഒരു മീൻ പൊസിഷൻ ഉണ്ടാവും അല്ലേ. നമ്മൾ അതിൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര ആയിട്ടാണ് എടുക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു മീൻ പൊസിഷൻ ഉണ്ടാവും. എക്സ് ഇസ് ഈക്വൽ ടു 0, ദിസ് ഇസ് ദ മീൻ പൊസിഷൻ. പിന്നെ അടുത്തൊരു എക്സ്ട്രീം പൊസിഷൻ ഉണ്ടാവും അല്ലേ. എക്സ്ട്രീം പൊസിഷൻ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എത്ര ആയിട്ടാണ് എടുക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് ആയിട്ടാണ് എടുക്കുന്നത്. ഏത് പൊസിഷൻ? എക്സ്ട്രീം പൊസിഷൻ. പിന്നെ വേറെ അടുത്തൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു എക്സ്ട്രീം പൊസിഷൻ ഉണ്ടാവും. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ, അതും എന്താണ്? എക്സ്ട്രീം പൊസിഷൻ ആണ് അല്ലേ. അപ്പോൾ ഓസിലേഷൻ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണല്ലേ. ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. എന്താണ്? ഒരു ആദ്യമേ മെയിൻ പൊസിഷനിൽ നിന്ന് ബോഡി എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകും, എന്നിട്ട് തിരിച്ച് മെയിൻ പൊസിഷനിലേക്ക് വരും, എന്നിട്ട് അടുത്ത എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകും, എന്നിട്ട് തിരിച്ച് മെയിൻ പൊസിഷനിലേക്ക് വരും. അതാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മോഷൻ. ഇതാണ് മോഷൻ. കണ്ടോ? ഇങ്ങനെ മീൻ പൊസിഷൻ തുടങ്ങി എക്സ്ട്രീം പൊസിഷനിൽ പോയി, തിരിച്ച് മീൻ പൊസിഷനിൽ വന്നു, അടുത്ത എക്സ്ട്രീം പൊസിഷനിൽ പോയി, എന്നിട്ട് തിരിച്ച് മീൻ പൊസിഷനിൽ തന്നെ വന്നു. അതാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈമിന് നമ്മൾ എന്താ വിളിക്കുക? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം ഇസ് കോൾഡ് ആസ് ടൈം പീരീഡ്. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ ഇവിടെ വേറൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഏതാ? സ്പ്രിങ്ങിൻ്റെ കേസ് അല്ലേ. സ്പ്രിങ്ങും ബ്ലോക്കിൻ്റെ കേസും പഠിച്ചിട്ടുണ്ടാവും. അതും നമ്മൾ ഒരു സ്പ്രിങ് നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിനറ്റത്ത് നമ്മളൊരു ബ്ലോക്ക് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ബ്ലോക്ക് ചെറുതായിട്ടൊന്ന് പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അത് വിടുമ്പോൾ അതും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു മീൻ പൊസിഷൻ ഉണ്ടാവും, രണ്ട് എക്സ്ട്രീം പൊസിഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ പൊസിഷൻ. എക്സ് ഇസ് ഈക്വൽ ടു 0. എന്നിട്ട് നമ്മളിത് വിടുമ്പോഴത്തേക്ക് ആദ്യം അകത്തോട്ട് ഓസിലേറ്റ് ചെയ്യും. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ, എന്നിട്ട് അത് പിന്നെ പുറത്തേക്ക് വരും. അടുത്ത എക്സ്ട്രീം പൊസിഷൻ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് എ അല്ലേ. അപ്പോൾ ഓസിലേഷൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? മീൻ പൊസിഷന് തുടങ്ങി അകത്തോട്ടല്ല ആദ്യം പോകുന്നത്. അപ്പോൾ എക്സ്ട്രീം പൊസിഷന് മീനിൽ നിന്ന് എക്സ്ട്രീം, എന്നിട്ട് അടുത്ത എക്സ്ട്രീം, എന്നിട്ട് തിരിച്ച് മീൻ. ഇതാണ് ഒരു ഓസിലേഷൻ. അതിലെടുക്കുന്ന ടൈം എന്താ? 1 ടൈം പീരീഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിനെ ഫേസർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫേസർ ഡയഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? ഫേസർ ഡയഗ്രാമിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഓസിലേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കലിനെ നമ്മൾ അത് സർക്കുലർ മോഷനിൽ കിടന്ന് കറങ്ങുന്ന പോലെ അങ്ങ് അസ്യൂം ചെയ്യുന്നതാണ് ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞ്? ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കലിനെ നമ്മൾ സർക്കുലർ മോഷൻ ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ത്? ഫേസർ ഡയഗ്രാം. പറഞ്ഞാൽ മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇതേവിടെ ഫേസർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നത് നോക്കിയേ. ഫോർ എക്സാമ്പിൾ ഒരു പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിൾ ഒരു ബോഡി ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത് വിചാരിക്കും. നമ്മൾ നേരത്തെ വരച്ച പോലെ മീൻ പൊസിഷൻ എക്സ്ട്രീം പൊസിഷൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുകയെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് അത് ഒരു സർക്കിളിൽ കിടന്ന് കറങ്ങുവാന്ന് പോലെ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് തുടങ്ങി, ഇതാണ് നമ്മൾ മീൻ പൊസിഷൻ എന്നിരിക്കട്ടെ. ഇത് എക്സ് ഇസ് ഈക്വൽ ടു 0, ദിസ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു 0, ഇത് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് എ, ആൻഡ് ദിസ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ബോഡി മീനിൽ നിന്ന് തുടങ്ങി, ഇവിടെ നിന്ന് തുടങ്ങി, ഇത് ഇവിടെ എത്തിയെന്ന് വിചാരിക്കും. ഇത് എക്സ് ഇസ് ഈക്വൽ ടു a/2 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ പാർട്ടിക്കൽ എവിടെ നിന്നാണ് തുടങ്ങിയത്? പാർട്ടിക്കൽ നമ്മുടെ മീൻ പൊസിഷനാണ് തുടങ്ങിയത്. മീൻ പൊസിഷൻ തുടങ്ങി a/2 എത്തിയെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് അത് ഫേസർ ഡയഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? സർക്കുലർ യൂണിഫോം മോഷൻ ആണ് അല്ലേ. യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു സർക്കിൾ വരച്ചേക്കുന്നത്. കണ്ടോ? അപ്പോൾ ഫേസർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ആ സർക്കിളിൻ്റെ റേഡിയസ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്
ആ ആംപ്ലിറ്റ്യൂഡ് ആ ഓസിലേഷൻ മോഷനിൻ്റെ ആംപ്ലിറ്റ്യൂഡിനോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പം നോക്കിയാൽ നമ്മുടെ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്തപ്പം ഇവിടെ എത്തിയെന്ന് വിചാരിക്കും. അപ്പോൾ സർക്കിൾ അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിൻ്റെ നേരെ സ്ട്രേറ്റ് ഒരു ലൈൻ വരച്ചാൽ മതി. കണ്ടോ? നേരെ സ്ട്രേറ്റ് ഒരു ലൈൻ വരയ്ക്കുക. അപ്പം നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഈ സർക്കിൾ അത് 2 പോയിന്റിൽ ടച്ച് ചെയ്യും. അപ്പോൾ ഈ 2 പോയിന്റ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്ത് ഇവിടെ എത്തിയെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു, കണ്ടല്ലോ? അപ്പോൾ സ്ട്രേറ്റ് ലൈൻ വരച്ചപ്പോൾ സർക്കിൾ അത് എവിടെ ടച്ച് ചെയ്യുന്നത്? സർക്കിൾ അത് 2 പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ്? ഒന്ന് ഈ ഒരു പോയിന്റ് അല്ലേ, പിന്നെ ഇതൊരു അടുത്തൊരു പോയിന്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സർ ഈ 2 പോയിന്റിൽ ഏത് പോയിന്റിലായിരിക്കും ആ പാർട്ടിക്കിളുടെ പൊസിഷൻ? അത് കണ്ടുപിടിക്കാനായിട്ട് ആ ബോഡി എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്ത് നോക്കണം. എന്താ? ആ ബോഡി എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്ത് നോക്കണം. അതായത് ഈ ബോഡി എക്സ്ട്രീമിലേക്കാണ് പോകുന്നതെങ്കിൽ, മീൻ പൊസിഷൻ എക്സ്ട്രീമിലേക്ക് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ മുകളിലത്തെ പാർട്ടിക്കിളിലായിരിക്കും അതിൻ്റെ പൊസിഷൻ. അതേസമയം ആ പാർട്ടിക്കിൾ തിരിച്ച് എക്സ്ട്രീമിൽ നിന്ന് മീനിലേക്ക് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ താഴത്തെ പോയിന്റ് ആയിരിക്കും അതിൻ്റെ പൊസിഷൻ. കാര്യം മനസ്സിലായാലോ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന് നേരെ മുകളിലേക്ക് ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? സർക്കിൾ റേഡിയസ് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ആംപ്ലിറ്റ്യൂഡിനോട് ഈക്വൽ ആയിരിക്കണം. എന്നിട്ട് പാർട്ടിക്കിളിന്റെ പൊസിഷൻ, ഓസിലേറ്റ് ചെയ്യുന്ന പൊസിഷൻ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ആ പൊസിഷനിൽ നേരെ സ്ട്രേറ്റ് ഒരു ലൈൻ വരയ്ക്കാം. നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ 2 പോയിന്റിൽ അത് മീറ്റ് ചെയ്യും. ആ 2 പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും അതിന്റെ പൊസിഷൻ. അതിൽ ഏത് പോയിന്റാണെന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആ ബോഡി എങ്ങോട്ടേക്കാണ് ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കണം. മീനിൽ നിന്ന് എക്സ്ട്രീമിലേക്കാണ്, റൈറ്റ് സൈഡിലേക്കാണ് അത് മൂവ് ചെയ്യുന്നതെങ്കിൽ മുകളിലത്തെ പോയിന്റ് ആയിരിക്കും അതിന്റെ പൊസിഷൻ. താഴെ അത് തിരിച്ചാണ് വരുന്നതെങ്കിൽ, എക്സ്ട്രീമിൽ നിന്ന് മീനിലേക്ക് തിരിച്ച് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. കാരണം നമുക്കറിയാലോ പാർട്ടിക്കൽ തിരിച്ചു വരില്ലേ? പാർട്ടിക്കൽ മീനിൽ നിന്ന് എക്സ്ട്രീമിലേക്ക് പോയി എന്നിട്ട് തിരിച്ച് അതുപോലെ വരും. അപ്പോൾ ഒരു പൊസിഷനിൽ തന്നെ പാർട്ടിക്കൽ 2 തവണ വരുന്നുണ്ട്. അതുകൊണ്ടാണ് 2 പൊസിഷൻ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ താഴത്തെ പോയിന്റിലായിരിക്കും പൊസിഷൻ. അപ്പോൾ നമ്മുടെ പാർട്ടിക്കിൾ മീനിൽ നിന്ന് തുടങ്ങി എക്സ്ട്രീമിലേക്ക് പോയി എന്നിട്ട് തിരിച്ച് ഇങ്ങനെ കറങ്ങുമ്പോൾ നമ്മൾ ഫേസർ ഡയഗ്രാമിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എപ്പോഴും മുകളിലത്തെ പോയിന്റിലാണ് നമ്മൾ എടുക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ എടുക്കുന്നത് മുകളിലത്തെ പോയിന്റ്. അത് മുകളിലത്തെ പോയിന്റിൽ ഇത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടും കറങ്ങുന്ന പോലെയാണ് നമ്മൾ അസ്യൂം ചെയ്തത്. മനസ്സിലായോ? ഈ പാർട്ടിക്കിൾ ഇവിടെ ഇങ്ങനെ കിടന്ന് ഓസിലേറ്റ് ചെയ്യുമ്പോൾ സർക്കുലർ മോഷൻ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്ന പോലെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പൊസിഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ? സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. മുകളിലത്തെ പോയിന്റ് ആയിരിക്കും, താഴത്തെ പോയിന്റ് ആയിരിക്കും. പാർട്ടിക്കൽ റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ മുകളിലത്തെ പോയിന്റ്, പാർട്ടിക്കൽ തിരിച്ച് മീനിലേക്കാണ് വരുന്നതെങ്കിൽ, തിരിച്ചാണ് വരുന്നതെങ്കിൽ താഴത്തെ പോയിന്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ സർക്കിളിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആ പാർട്ടികളുടെ ആംപ്ലിറ്റ്യൂഡിനോട് ഈക്വൽ ആയിരിക്കും. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ ആയിരിക്കും? സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ ഇപ്പോഴും ഇവിടെ എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പാർട്ടിക്കൽ ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിലോ, ഫോർ എക്സാമ്പിൾ പാർട്ടിക്കൽ ഇപ്പം എക്സ്ട്രീം പൊസിഷൻ എത്തിയെന്ന് വിചാരിക്കും, നമ്മുടെ ബോഡി എക്സ്ട്രീം പൊസിഷനിൽ എത്തിയെന്ന് വിചാരിക്കും. അപ്പോൾ ആ സർക്കിൾ അതിന്റെ പൊസിഷൻ എവിടെ ആയിരിക്കും? ഇതിന് നേരെ സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ മതി. കണ്ടോ? അപ്പോൾ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ എക്സ്ട്രീം പൊസിഷന് ഒരു പ്രത്യേകത, അത് ഒരു പോയിന്റിലെ ടച്ച് ചെയ്യത്തുള്ളൂ. അത് എക്സ്ട്രീം പൊസിഷന് മാത്രം വരുന്ന പ്രത്യേകത. കാരണം നമുക്കറിയാം പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ അത് ഒറ്റ തവണ വരത്തുള്ളൂ, 2 തവണ പാസ് ചെയ്യത്തില്ല. പിന്നെ അടുത്ത എക്സ്ട്രീമിലേക്കാണ് പോകുന്നത്. അപ്പോൾ എക്സ്ട്രീം പൊസിഷനിലേക്ക് കയറുമ്പോൾ ആ പോയിന്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് നേരെ സ്ട്രേറ്റ് ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ പാർട്ടിക്കൽ എവിടെയാണ്? ഇതാണ് അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അവിടെ മുകളിൽ താഴെ പ്രശ്നം വരുന്നില്ല. ക്ലിയർ ആണല്ലോ? അതേപോലെ പാർട്ടിക്കൽ ഓസിലേറ്റ് ചെയ്ത് ഇവിടെ എത്തിയെന്ന് വിചാരിക്കും. ഇവിടെ എത്തിയെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നേരെ മുകളിലേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് അത് കോയിൻസൈഡ് ചെയ്യുന്ന ഈ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിലായിരിക്കും പാർട്ടിക്കലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായി? ഇത്രയും കത്തിയല്ലോ? അപ്പോൾ മീൻ പൊസിഷനിലാണെന്നുണ്ടെങ്കിലോ, പാർട്ടിക്കൽ മീൻ പൊസിഷനിലാണെന്നുണ്ടെങ്കിലോ അപ്പോൾ എന്താ ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെയും 2 പോയിന്റ്സ് വരുന്നുണ്ട്. കണ്ടോ? ഈ ഒരു പോയിന്റ് വരുന്നുണ്ട്, ഈ ഒരു പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഏത് പോയിന്റിലായിരിക്കും? അപ്പോൾ നമ്മൾ നോക്കണം. മീൻ പൊസിഷനിലാണ് പാർട്ടിക്കിൾ എങ്കിൽ അത് തുടങ്ങിയതാണോ അത് തിരിച്ചു വരുന്നതാണോ നമ്മൾ നോക്കണം അല്ലേ? കാരണം നമുക്കറിയാം ഓസിലേറ്റ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ മീനിൽ നിന്ന് തുടങ്ങി കറങ്ങി തിരിഞ്ഞ് അവസാനം പിന്നെയും മീനിലേക്ക് വരുന്നുണ്ട് അല്ലേ? അപ്പം തിരിച്ചു വരുന്ന പാർട്ടിക്കിൾ ആണോ അതോ അവിടെ തുടങ്ങിയ പാർട്ടിക്കിൾ ആണോ നോക്കണം. അപ്പോൾ പാർട്ടിക്കിൾ തുടങ്ങിയത് ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഏത് പൊസിഷൻ ആയിരിക്കും? മുകളിലത്തെ പൊസിഷൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അതേ സമയത്ത് കറങ്ങിയിട്ട് തിരിച്ച് ആ മീൻ പൊസിഷനിലേക്ക് വന്ന പാർട്ടിക്കിൾ ആണെങ്കിൽ ഏത് പൊസിഷൻ ആയിരിക്കും? താഴത്തെ പൊസിഷൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമുക്ക് പാർട്ടിക്കിളുടെ പൊസിഷൻ അറിയാവുന്നുണ്ടെങ്കിൽ സർക്കിൾ ഇതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു, 2 പോയിന്റ് കോയിൻസൈഡ് ചെയ്യും. ആ എക്സ്ട്രീമിലേക്ക് പോകുന്ന പാർട്ടിക്കിൾ ആണെങ്കിൽ മുകളിലത്തെ പോയിന്റ് ആയിരിക്കും, തിരിച്ചു വരുന്ന പാർട്ടിക്കിൾ ആണെങ്കിൽ താഴത്തെ പോയിന്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇത്ര മനസ്സിലായാലോ? ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടത് നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഫൈൻഡ് ദ ടൈം റിക്വയർഡ്
ടു റീച്ച് ഫ്രം എക്സ് ഈസ് ഈക്വൽ ടു 0 ടു എക്സ് ഈസ് ഈക്വൽ ടു എ. ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. നമ്മൾ കാണുന്ന ക്വസ്റ്റ്യനൊക്കെ അല്ലേ, മീൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന പാർട്ടിക്കളുടെ സമയം എത്രയാണ്, ആ ടൈമാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ ഓസിലേഷൻ എങ്ങനെയാ, ഇതാണ് നമ്മുടെ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഇത് എക്സ് ഈസ് ഈക്വൽ ടു 0, എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് എ. സാധാരണ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇക്വേഷൻ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ ഒന്നും ചെയ്യാതെ ഫേസർ ഡയഗ്രാം വരച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനീഷ്യൽ പൊസിഷൻ എന്താ, എക്സ് ഈസ് ഈക്വൽ ടു 0 നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു എയിലേക്കുള്ള ടൈമാണ് വേണ്ടത്. അപ്പോൾ ഇനീഷ്യൽ പൊസിഷന് ഇതാണ് നമ്മുടെ ഇനീഷ്യൽ പൊസിഷന് എക്സ് ഈസ് ഈക്വൽ ടു 0. ഫൈനൽ പൊസിഷൻ ഇതാണ് നമ്മുടെ ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ കിട്ടി, ഫൈനൽ പൊസിഷൻ കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, സർക്കിൾ വരയ്ക്കണ്ടേ. ഇപ്പോൾ ഒരു സർക്കിൾ വരച്ചു വേണ്ട, ഇപ്പോൾ സർക്കിൾ വരച്ചു അല്ലേ. ഇനി സർക്കിൾ ഇതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ സർക്കിൾ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഇനീഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ 2 പോയിന്റ്, മുകളിലത്തെ പോയിന്റും ഉണ്ട്, താഴത്തെ പോയിന്റും ഉണ്ട്. ഏത് പോയിന്റ് ആയിരിക്കും, തുടങ്ങിയത് എവിടെ, തിരിച്ചു വരുന്ന പാർട്ടിക്കൽ അല്ലല്ലോ, 0 എന്നല്ലേ തുടങ്ങിയത്, മീൻ പൊസിഷനാണ് തുടങ്ങിയത്. അപ്പോൾ ഏത് പോയിന്റ് ആയിരിക്കും, മുകളിലത്തെ പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ പോയിന്റ്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇനി ഫൈനൽ പൊസിഷൻ ഇതല്ലായിരുന്നോ, സർക്കിൾ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക, സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ അത് എവിടെ എത്തി, ഈ പോയിന്റിൽ എത്തി അല്ലേ. എക്സ്ട്രീം പൊസിഷൻ ആകുമ്പോൾ ഒറ്റ പോയിന്റേ വരത്തുള്ളൂ സർക്കിളിൽ. അപ്പോൾ അതിന്റെ പൊസിഷൻ കിട്ടി. ക്ലിയർ ആണല്ലോ? ഈ റേഡിയസ് എത്രയാണെന്ന് നമുക്കറിയാം, ഈ റേഡിയസ് എ ആണെന്ന് നമുക്കറിയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നോക്കിയാൽ നമുക്ക് എന്താ വേണ്ടത്, പാർട്ടിക്കിൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്താൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് നമുക്ക് വേണ്ടത്. സർക്കിളിൽ നമുക്കറിയാം, സർക്കിൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമല്ല, കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ ഇനീഷ്യൽ പൊസിഷൻ ഇത്, ഫൈനൽ പൊസിഷൻ ഇത്. അപ്പോൾ ഇവിടെ നിന്ന് കറങ്ങി കറങ്ങി ഇവിടെ എത്താൻ എടുക്കുന്ന ടൈമും ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ എടുക്കുന്ന ടൈം സെയിം ആയിരിക്കുമല്ലോ. കാര്യം മനസ്സിലായോ? പാർട്ടിക്കിൾ ഇവിടുന്ന് ഓസിലേറ്റ് ചെയ്ത് ഇവിടം വരെ എടുക്കുന്ന ടൈമും പാർട്ടിക്കിൾ കറങ്ങി ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ എടുക്കുന്ന ടൈം, 2 ടൈമും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇതിനെ ടൈം കണ്ടുപിടിക്കാനായിട്ട് ഈ ടൈം കണ്ടുപിടിക്കാനായിട്ട് ഈ ടൈം കണ്ടുപിടിച്ചാൽ മതി. 2 ടൈം എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിയാൽ പാർട്ടിക്കിൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ വരെയാണ് എത്തിയത്. അപ്പോൾ ഇത് എത്ര ആംഗിൾ കറങ്ങി നോക്കിയാൽ, π/2 ആംഗിൾ കറങ്ങിയില്ലേ. ക്ലിയർ അല്ലേ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് π/2 അല്ലേ. അപ്പോൾ ഈ കറങ്ങിയ ആംഗിൾ എത്രയാ, ഇവിടം തൊട്ട് ഇവിടം വരെ പാർട്ടിക്കിൾ മൂവ് ചെയ്തപ്പോൾ അത് ട്രാവൽ ചെയ്ത ആംഗിൾ ഇസ് π/2. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് π/2. ഇനി നമുക്കറിയാം, പാർട്ടിക്കിൾ ഇവിടുന്ന് കറങ്ങി മൊത്തം കറങ്ങി തിരിഞ്ഞ് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടി എടുക്കുന്ന ടൈം പീരീഡ് ആണല്ലോ അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം പീരീഡ് തന്നെയാണ്. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം പീരീഡ്, ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം പീരീഡ് തന്നെയാണ്. അപ്പോൾ നോക്കിയാൽ T2π ആംഗിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം T ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടിക്കിൾ എത്ര ആംഗിൾ ട്രാവൽ ചെയ്ത, π/2 അല്ലേ, ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലേ. അപ്പോൾ π/2 ആംഗിൾ അല്ലേ, π/2ക്ക് എത്ര ടൈം എടുക്കും, ദാറ്റ് ഇസ് π/2 കണ്ടുപിടിക്കാനായിട്ട് T/2π × π/2 ആയിരിക്കില്ലേ. ശരിയല്ലേ? π ക്യാൻസൽ, ദാറ്റ് ഇസ് എത്ര കിട്ടും, T/4 എന്ന് കിട്ടും. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ആൻസർ എത്രയാ, T/4 ആണ്. അപ്പോൾ പാർട്ടിക്കിൾ ഇവിടുന്ന് തുടങ്ങി കറങ്ങി ഇവിടെ എത്താൻ വേണ്ടി എടുക്കുന്ന ടൈം എത്രയാ, T/4 ആണ്. സെയിം തന്നെ പറയാം, താഴെ പാർട്ടിക്കിൾ ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെ എത്താൻ വേണ്ടിയുള്ള ടൈം എത്ര തന്നെ ആയിരിക്കും, T/4 തന്നെ ആയിരിക്കും. അപ്പോൾ ടെക്നിക്ക് മനസ്സിലായാലോ? കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, കുറേയൊക്കെ കത്തിട്ടുണ്ടാവും, കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ റെഡിയാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. A particle executes simple harmonic motion with amplitude A. അതിൻ്റെ ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ടൈം പീരീഡ് ഇസ് ക്യാപിറ്റൽ T. The minimum time required by the particle to travel half of the amplitude from the equilibrium position is. Equilibrium position എന്ന് പറയുമ്പോൾ മീൻ പൊസിഷൻ തന്നെ. അപ്പോൾ മീൻ പൊസിഷനിൽ നിന്ന് എവിടെ വേണ്ടത്, ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന ടൈം എത്രയാണ്. അപ്പോൾ സെയിം തന്നെ ആദ്യം എന്താ ചെയ്യുക, ആദ്യം നമ്മുടെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും അല്ലേ. അപ്പോൾ ഇത് x is equal to 0, ഇത് x is equal to പ്ലസ് എ, ഇത് x is equal to മൈനസ് എ അല്ലേ. നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ ഏതാ, ഇനീഷ്യൽ പൊസിഷൻ മീൻ പൊസിഷനാണ്. ഇതാണ് പൊസിഷൻ, ഇക്വിലിബ്രിയം പൊസിഷൻ. എവിടെ എത്തേണ്ടത്, ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ്. ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ, ഇതാണ് ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ്. x is equal to a/2 ശരിയല്ലേ. അപ്പോൾ അതിനെടുക്കുന്ന ടൈം ഇവിടം തൊട്ട് ഇവിടം വരെ എത്താൻ വേണ്ടി എടുക്കുന്ന ടൈം. അപ്പോൾ ഇക്വേഷൻ വേണ്ട, എന്താ ചെയ്യുക, സർക്കിൾ വരച്ചാൽ മതി. അപ്പോൾ നേരെ മുകളിലൊരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, സർക്കിൾ വരച്ചു. ഇനി ഇനീഷ്യൽ പൊസിഷൻ നമുക്കറിയാം x is equal to 0 ആണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് സ്ട്രേറ്റ് ലൈൻ വരച്ചു. സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ മുകളിലത്തെ പോയിന്റ് ആയിരിക്കും, താഴത്തെ പോയിന്റ് ആയിരിക്കുമോ,
മെയിൻ പൊസിഷനിൽ തുടങ്ങിയതാണ്, തിരിച്ചു വരുന്ന മെയിൻ പൊസിഷൻ അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ സർക്കിളിൽ മുകളിലത്തെ പോയിന്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഫൈനൽ പൊസിഷൻ ഏതാ? ഫൈനൽ പൊസിഷൻ ഇതാണ്, A/2 ആണ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ അതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത്. അല്ലേ? അതിൽ 2 പോയിന്റ്സ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഏത് പോയിന്റ് ആയിരിക്കും? മുകളിലത്തെ പോയിന്റ് ആയിരിക്കില്ല, കാരണം റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്, എക്സ്ട്രീമിലേക്കാണ് പോകുന്നത്. തിരിച്ചു വരുവാണെങ്കിലാണ് താഴത്തെ പോയിന്റ് എടുക്കേണ്ടത്. ഇതിപ്പം അങ്ങോട്ടേക്ക് പോവുക, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഫൈനൽ പോയിന്റ് ഏതാണെന്ന് മനസ്സിലായി, ഫൈനൽ പോയിന്റ് ഇതാണെന്ന് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി ഇത് റേഡിയസ് ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ പാർട്ടിക്കിൾ ഇവിടം തൊട്ട് ഇവിടം വരെ മൂവ് ചെയ്തെങ്കിൽ സർക്കുലർ മോഷൻ നമുക്ക് എങ്ങനെ പറയാം? പാർട്ടിക്കിൾ ഇവിടം തൊട്ട് കറങ്ങി ഇവിടെ എത്തി. അപ്പോൾ അത് ട്രാവൽ ചെയ്ത ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ അല്ലേ? ഈ ആംഗിൾ തീറ്റ കണ്ടുപിടിച്ചാൽ മതിയല്ലോ, ശരിയല്ലേ? അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും നോക്കിയാൽ? ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. കത്തിയല്ലോ? അപ്പോൾ ഇതാണ് ആംഗിൾ, കണ്ട? ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ പോരെ? ഇവിടം തുടങ്ങി ഇവിടം വരെ എത്താൻ വേണ്ടി ട്രാവൽ ചെയ്ത ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതല്ലേ? ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയാം. ഈ ഡിസ്റ്റൻസ് എത്ര? അത് ഇത് A/2 അല്ലേ? ഇത് A/2 ആണല്ലോ. ഇത് A/2 ആണ്. ഇതും എത്രയായിരിക്കും? ഇത് A/2 ആയിരിക്കും, ശരിയല്ലേ? ഇനി ഇത് A ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇത് A ആണെന്ന് നമുക്കറിയാമല്ലോ, റേഡിയസ് അല്ലേ? അപ്പോൾ അത് ഈ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് കോസ് തീറ്റ കണ്ടുപിടിച്ചാൽ പോരെ? ഈ ആംഗിൾ കോസ് തീറ്റ കണ്ടുപിടിക്കുക. അപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. A/2 ഡിവൈഡ് ബൈ A എന്ന് വരും. A ക്യാൻസൽ ആയി പോയി. അപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/2. തീറ്റ ഇസ് ഈക്വൽ ടു എത്രയാണ്? കോസ് തീറ്റ 1/2 ആണെങ്കിൽ തീറ്റ എത്രയാണ്? 60 ഡിഗ്രി അല്ലേ? അപ്പോൾ 60 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടി? ഈ ആംഗിൾ ദിസ് ഇസ് 60 ഡിഗ്രി. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും, സംശയമില്ലല്ലോ. മൊത്തം 90 അല്ലേ? ഇത് മൊത്തം 90 ആണ്. ഈ ആംഗിൾ മൊത്തം 90 ആണ്. അപ്പോൾ ഇത് നമുക്ക് 60 കിട്ടിയെങ്കിൽ ഇത് എത്രയാണ്? 30 ഡിഗ്രി ആണ്. അപ്പോൾ പാർട്ടിക്കിൾ ഇവിടം തൊട്ട് ഇവിടം വരെ എത്താൻ വേണ്ടി എടുക്കുന്ന ഈ ആംഗിൾ അതെത്രയാണ്? 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ റേഡിയനിലാണെങ്കിൽ π/6. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കറിയാം 2π ആംഗിൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം T ആണെന്നുണ്ടെങ്കിൽ π/6 അല്ലേ? π/6 എടുക്കുന്ന ടൈം എത്ര ആയിരിക്കും? T ഡിവൈഡ് ബൈ 2π ഇൻറ്റു π/6. π ക്യാൻസൽ ആയിപ്പോയി. T ഡിവൈഡ് ബൈ 2 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു T ഡിവൈഡ് ബൈ 12 എന്ന് വരും. ക്ലിയർ ആണോ? അത് സിമ്പിളായിട്ട് ചെയ്യാം, ഒരു ഇക്വേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ, T ഡിവൈഡഡ് ബൈ 12. അടുത്ത ക്വസ്റ്റ്യൻ. A simple harmonic motion oscillator has an amplitude of A and time period T. The time required to travel from A to A/2. ഇപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ A ആണ്. A-ന്ന് A/2 വരെ എത്താൻ വേണ്ടി എടുക്കുന്ന ടൈം ഏത്? അപ്പോൾ പാർട്ടിക്കിൾ ഇപ്പോൾ തിരിച്ചു വരിക. അപ്പോൾ സെയിം തന്നെ. ആദ്യമേ ഓസിലേറ്ററി മോഷൻ, ഇത് x is equal to 0, x is equal to plus A, x is equal to minus A. എന്നിട്ട് സർക്കിൾ വരയ്ക്കുന്നു. സർക്കിൾ അല്ലേ? ഇനി ഇനീഷ്യൽ പൊസിഷൻ x is equal to A ആണ്. പിന്നെ ഫൈനൽ പൊസിഷൻ x is equal to A/2 ആണ്. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ ഇത് കണ്ട, ഇനീഷ്യൽ പൊസിഷൻ A ആണ്. അപ്പോൾ സർക്കിൾ കണ്ടുപിടിക്കാനായിട്ട് സ്ട്രേറ്റ് ലൈൻ, എക്സ്ട്രീം പൊസിഷൻ ആയതുകൊണ്ട് സർക്കിൾ ഒറ്റ പോയിന്റ് വരത്തുള്ളൂ. അതാണ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ? ഇനി ഫൈനൽ പോയിന്റ് ഏതാ? ഫൈനൽ പോയിന്റ് A/2. അപ്പോൾ A/2 ഇവിടെ ആണ് അല്ലേ? ഇവിടെ കണ്ട് വരത്തില്ല. x is equal to A/2 എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത്. അപ്പോൾ അത് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ 2 പോയിന്റ് ഉണ്ട്. അതിൽ ഏത് പോയിന്റ് ആയിരിക്കും? മുകളിലത്തെ പോയിന്റ് ആയിരിക്കും, താഴത്തെ പോയിന്റ് ആയിരിക്കുമോ? ഇത് തിരിച്ചു വരുമോ? പാർട്ടിക്കിൾ ലെഫ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഏത് പോയിന്റാണ്? താഴത്തെ പോയിന്റാണ്, സംശയമില്ലല്ലോ. ഈ പാർട്ടിക്കിൾ തിരിച്ചു വരുന്ന പോയിന്റാണ്. ഇത് ഇവിടുന്ന് തുടങ്ങി ഇപ്പം എന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന പോയിന്റാണ്, തിരിച്ചു വരുന്ന പോയിന്റാണ്, മീനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് പോയിന്റ് ആയിരിക്കും? താഴത്തെ പോയിന്റ് ആയിരിക്കും, സംശയമില്ലല്ലോ. ഈ പാർട്ടിക്കിൾ അങ്ങോട്ടേക്ക് പോകുമായിരുന്നുണ്ടെങ്കിൽ മുകളിലത്തെ പോയിന്റ് എടുത്താണ്. ഇത് അങ്ങനെയല്ല, ഇത് എന്ന് തിരിച്ച് A/2ലേക്കാണ് വരുന്നത്, തിരിച്ചു വരുമോ? അപ്പോൾ താഴത്തെ പോയിന്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഫൈനൽ പൊസിഷൻ ഏത് കിട്ടി? ഫൈനൽ പൊസിഷൻ ഈ പോയിന്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആംഗിൾ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ ഇത് ഇത് നമ്മുടെ റേഡിയസ് നമ്മൾ എത്ര ആയിട്ട് എടുക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ A. അപ്പോൾ പാർട്ടിക്കിൾ ഇവിടുന്ന് കറങ്ങി ഇവിടം വരെ എത്തി അല്ലേ? പാർട്ടിക്കിൾ ഇവിടുന്ന് കറങ്ങി ഇവിടം വരെ എത്തി. അപ്പോൾ ട്രാവൽ ചെയ്ത ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ അല്ലേ?
ശരിയല്ലേ? ഈ ആംഗിൾ അല്ലേ എടുക്കുന്ന ടൈം അല്ലേ? ഇവിടം തൊട്ട് ഇവിടം വരെ കറങ്ങിയെന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ അല്ലേ നമുക്ക് വേണ്ടത്, ശരിയല്ലേ? ഇനി ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം. ഈ ഡിസ്റ്റൻസ് എത്രയാ? ഈ ഡിസ്റ്റൻസ് a/2 അല്ലേ? ഇത് a/2 അല്ലേ? കാരണം ഇത് a/2 ആണല്ലോ. ഇത് a/2 ആണെങ്കിൽ ഇത് a/2 ആയിരിക്കും, ശരിയല്ലേ? ഇനി ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് a അല്ലേ, ശരിയല്ലേ? ഇത് a/2, ഇത് a. അപ്പം ഈ ആംഗിൾ അല്ലേ നമുക്ക് വേണ്ടത്, ശരിയല്ലേ? കത്തുന്നുണ്ടല്ലോ. ഈ ആംഗിൾ അല്ലേ നമുക്ക് വേണ്ടേ, ക്ലിയർ അല്ലേ? അതിൽ ഈ ആംഗിൾ ഈ ഡിസ്റ്റൻസ് a/2. ഈ ഡിസ്റ്റൻസ് എത്രയാ? a അല്ലേ? അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? കോസ് തീറ്റ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു a/2 ഡിവൈഡ് ബൈ a നേരത്തെ ചെയ്തേ. അപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. തീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ π/3 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആംഗിൾ എത്ര ട്രാവൽ ചെയ്തത്? ഈ ആംഗിൾ എത്രയാ? ദിസ് ആംഗിൾ ഈസ് 60 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് 60 ഡിഗ്രി. കത്തിയല്ലോ? അപ്പോൾ പാർട്ടിക്കിൾ ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെ കറങ്ങാൻ എത്ര ആംഗിളാണ് തിരിഞ്ഞത്? ആംഗിൾ 60 ഡിഗ്രിയാണ്. π/3 ആംഗിളാണ് കറങ്ങിയത്. ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാം 2π ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം 2π ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം t ആണെങ്കിൽ π/3 ട്രാവൽ ചെയ്യാനായിട്ട് t ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു π/3. ശരിയല്ലേ? π ക്യാൻസൽ ആയിപ്പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു t/6 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? t/6 ആണ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ കറങ്ങാൻ വേണ്ടി എടുക്കുന്ന ടൈമും ഇവിടം തൊട്ട് ഇവിടം വരെ മൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമും ഇവിടം തൊട്ട് ഇവിടം വരെ മൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം എത്രയായിരിക്കും? t/6 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ഇസ് ദി ആൻസർ, t/6. കത്തിയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A simple harmonic oscillator has an amplitude A and time period t. The time required to travel from x is equal to a to x is equal to a/√2. അപ്പോൾ ഇപ്പോൾ a നിന്ന് a/√2ലേക്ക്. ഓക്കെ, അപ്പോൾ സെയിം തന്നെ. ഇപ്പോൾ മനസ്സിലേക്ക് കാണുമല്ലോ ചെയ്തേ. ഇത് x is equal to 0, ഇത് x is equal to a. ഇവിടെയാണ് x is equal to a/√2. ശരിയല്ലേ? a/√2. a/√2. ഇനി സർക്കിള് അല്ലേ? സർക്കിളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓവേഡ് പോലെ ആയിപ്പോയി. ഭംഗിയൊന്നും വേണ്ട, സർക്കിളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി എന്തൊക്കെയാണ്? ഇനീഷ്യൽ എന്ന് a/√2ലേക്ക്. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് a ആണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ a. അത് കറക്റ്റ് ആകത്തില്ല അല്ലേ? ഒരു കാര്യം ചെയ്യുമ്പോൾ സർക്കിൾ കറക്റ്റായിട്ടൊന്ന് വരയ്ക്കാം, അല്ലെങ്കിൽ ഇത് പണിയാവും. സർക്കിള് ഓക്കെ, ഏകദേശം മതി. ഓക്കെ, അപ്പം പറഞ്ഞ് a/2 എന്ന് പറയുമ്പോൾ ഇതല്ലേ? a എന്ന് പറയുമ്പോൾ ഇതല്ലേ? ഇതല്ലേ ഫൈനൽ പൊസിഷൻ? അപ്പോൾ ഫൈനൽ പൊസിഷൻ ഇതാണ്. ദിസ് ഇസ് ദ ഫൈനൽ പൊസിഷൻ. സോറി, ഫൈനൽ അല്ല, ഇനീഷ്യൽ പൊസിഷൻ. x is equal to a ആണ് ഇനീഷ്യൽ പൊസിഷൻ. ഫൈനൽ ഏതാ? ഫൈനൽ എന്ന് പറയുമ്പോൾ a/2 അല്ലേ? a/√2 അല്ലേ ഫൈനൽ പൊസിഷൻ? അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു അല്ലേ? അതിന് മുകളിലത്തെ പോയിന്റ് ആയിരിക്കും, താഴത്തെ പോയിന്റ് ആയിരിക്കും. തിരിച്ചു വരുമല്ലേ ഈ പാർട്ടിക്കിൾ? മനസ്സിലേക്ക് കാണുമല്ലോ. a-ന്ന് a/√2ലേക്ക്. അപ്പോൾ പാർട്ടിക്കിൾ ഇപ്പം എക്സ്ട്രീമിൽ നിന്ന് a/√2ലേക്കാണ് വരുന്നത്. അപ്പോൾ തിരിച്ചു വരുമോ പാർട്ടിക്കിൾ? മീനിലേക്ക് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് പോയിന്റ്? താഴത്തെ പോയിന്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫൈനൽ പൊസിഷൻ കിട്ടി. ഫൈനൽ പൊസിഷൻ എത്രയാണ്? താഴത്തെ പോയിന്റ് ആണ്. ക്ലിയർ ആണല്ലേ? അപ്പോൾ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇത് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ, സർക്കിളിൻ്റെ സെൻറ്റർ. ഇനി പൊസിഷൻ എന്തൊക്കെയാണ്? ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലേ? അപ്പോൾ ട്രാവൽ ചെയ്ത ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതല്ലേ? അത് തിരിഞ്ഞ ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഈ തീറ്റ കണ്ടുപിടിച്ചാൽ പോരെ? സത്യമല്ലേ? ഇവിടം തൊട്ട് ഇവിടം വരെ കറങ്ങി എന്ന് പറയുമ്പോൾ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ അല്ലേ? ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് a/√2 ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? ഈ ഡിസ്റ്റൻസ് a/√2 ആണ്. ഈ ഡിസ്റ്റൻസ് a/√2 ആണ്. ശരിയല്ലേ? അപ്പോൾ a/√2 ഇത് a/√2 ആണെന്നറിയാം. ഇത് ഡിസ്റ്റൻസ് എത്ര? a ആണ്. തീറ്റ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? കോസ് തീറ്റ കണ്ടുപിടിച്ചാൽ പോരെ? അപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് ചെയ്താൽ ഇതാണ് അഡ്ജസൻറ്റ്, a/√2 ആണ്. ഹൈപ്പോട്ടന്യൂസ് ചെയ്താൽ a ആണ്. അപ്പോൾ ദാറ്റ് ഈസ് a/√2 ഡിവൈഡഡ് ബൈ a എന്ന് വരും. a ക്യാൻസൽ ആയിപ്പോയി. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/√2 എന്ന് വരും. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. ക്ലിയർ അല്ലേ? 45 ഡിഗ്രി. അപ്പോൾ ഈ തീറ്റ എത്ര കിട്ടി? ദിസ് തീറ്റ ഈസ് 45 ഡിഗ്രി. അപ്പോൾ പാർട്ടിക്കിൾ എത്ര കറങ്ങിയത്? പാർട്ടിക്കിൾ 45 ഡിഗ്രിയാണ് കറങ്ങിയത്. ക്ലിയർ അല്ലേ? 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര റേഡിയൻ എത്ര വരും? π/4 അല്ലേ? π/4. ഇത് സെയിം തന്നെ.
2π കറങ്ങാൻ വേണ്ടി ടൈം പീരീഡ് ആണെങ്കിൽ π/4 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും t ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു π/4. പൈ ക്യാൻസൽ ആയിപ്പോയി. ദാറ്റ് ഈസ് t ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 എന്ന് വരും. എത്രയാണ് t ഡിവൈഡ് ബൈ 8. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ അത് ഓപ്ഷൻ ഇല്ല. ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ, ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. t/8 ആണ് കേട്ടോ, അതൊന്ന് മാറ്റിയേക്ക്. അത് t/8 ആണ്, ഞാൻ ടൈപ്പ് ചെയ്തപ്പം വിട്ടുപോയതാണ്. t/8 ആണ് കേട്ടോ ആൻസർ. t/8 ഇസ് ദി ആൻസർ. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നീറ്റ് 2011 ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കിയേ. 2 പാർട്ടിക്കിൾസ് ആർ ഓസിലേറ്റഡ് along 2 close parallel straight line side by side with the same frequency and amplitude. They pass each other moving in opposite direction with their displacement is half of the amplitude and the mean position of the particle lie on the straight line to path of each of the 2 particles and the phase differences. എന്താ പറയുന്നത്? 2 പാർട്ടിക്കിൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ എവിടെ മീറ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്? ദേ പാസ് ഈച്ച് അതർ അറ്റ് ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ്. a/2 ഡിസ്റ്റൻസ് വന്നപ്പോൾ 2 പാർട്ടിക്കിൾ കൂടി പാസ് ചെയ്ത് പോയി എന്ന് വെച്ചാൽ 2 കൂടി കൂട്ടിമുട്ടുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? a/2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഫേസ് ഡിഫറൻസ്. ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ സെയിം തന്നെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താ ചെയ്യേണ്ടത്? സെയിം. ആദ്യം ഓസിലേഷൻ, ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 0, ഇത് x ഈസ് ഈക്വൽ ടു +a, ഇത് x ഈസ് ഈക്വൽ ടു -a. ശരിയല്ലേ? ഇനി പാർട്ടിക്കിളുടെ പൊസിഷൻ എന്താ പറയുന്നത്? 2 പാർട്ടിക്കിൾസ് ആണല്ലേ, ഒരു പാർട്ടിക്കിൾ അങ്ങോട്ടേക്ക് പോകുന്നത്, ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളാണ്. 2 കൂടി കൂട്ടിമുട്ടുന്നത്, 2 കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ്? a/2 അല്ലേ? ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് അല്ലേ? ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ a/2 അപ്പോൾ ആദ്യത്തെ പാർട്ടിക്കിൾ ഇതാന്നിരിക്കട്ടെ, ഇതാണ് നമ്മുടെ പൊസിഷൻ. x ഈസ് ഈക്വൽ ടു a/2 2 പാർട്ടിക്കിൾ മീറ്റ് ചെയ്യുന്നത്. അതിൽ ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ അടുത്ത പാർട്ടിക്കിൾ എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ശരിയല്ലേ? അല്ലേ? ഇനി ഇതിന് ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? സർക്കിൾ വരയ്ക്കാം. അപ്പോൾ സർക്കിൾ, ഓക്കെ, ഓക്കെ. ഇനി a/2 നമുക്ക് വേണ്ടേ? അപ്പോൾ 2 പാർട്ടിക്കിളുടെയും പൊസിഷൻ സെയിം ആണ്. 2 പാർട്ടിക്കിളുടെ പൊസിഷൻ സെയിം ആ. എവിടെ? അത് a/2 തന്നെയാണ്. 2 പാർട്ടിക്കിളുടെ പൊസിഷൻ സെയിം ആണ്. ഓക്കെ, 2 പാർട്ടിക്കിളുടെ പൊസിഷൻ a/2 അപ്പോൾ 2 തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് വേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ പോരെ. അപ്പോൾ a/2 ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. a/2 വേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ 2 പോയിന്റ്സ് മീറ്റ് ചെയ്യുമല്ലോ. അതിൽ മുകളിലത്തെ പോയിന്റ്, ഈ പോയിന്റ്, ഈ പോയിന്റ് റൈറ്റിലേക്കല്ലേ പോകുന്നത്, എക്സ്ട്രീമിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ എവിടെ ആയിരിക്കും? മുകളിലത്തെ പോയിന്റിലായിരിക്കും. താഴത്തെ പോയിന്റ് a/2 തിരിച്ചു വരിക. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എവിടെ ആയിരിക്കും? താഴത്തെ പോയിന്റ് ആയിരിക്കും. അപ്പോൾ 2 പോയിന്റിൻ്റെ പൊസിഷൻ കിട്ടിയില്ലേ? അപ്പോൾ ആദ്യത്തെ പാർട്ടിക്കിൾ, മഞ്ഞ പോയിന്റ്, അങ്ങോട്ടേക്ക് പോകുന്ന പോയിന്റിൻ്റെ പൊസിഷൻ മുകളിലാണ്. തിരിച്ചു വരുന്ന പാർട്ടിക്കിൾ, പർപ്പിൾ പാർട്ടിക്കിൾ, അതെങ്ങോട്ടാണ്? അത് താഴോട്ടാണ് അല്ലേ? ഇനി ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് പറയുമ്പോൾ എന്തായിരിക്കും? ഇതാണ് നമ്മുടെ സെൻറ്റർ, അല്ലേ? ഈ ഡിസ്റ്റൻസ് എത്രയാ? ഈ ഡിസ്റ്റൻസ് a അല്ലേ? ഇത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇവർ തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് പറയുമ്പോൾ ഇതായിരിക്കില്ലേ? ഇതല്ലേ ഇതിന് ആംഗിൾ ഡിഫറൻസ് പറയുന്നത്? ഫേസ് ഡിഫറൻസ് അല്ലെ ആംഗിൾ ഡിഫറൻസ് പറയുമ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ പോരെ. കാര്യം മനസ്സിലാവും? ഒരു പാർട്ടിക്കൽ ഇങ്ങനെ ഇരിക്കുന്ന, ഒരു പാർട്ടിക്കൽ താഴോട്ടിരിക്കും. അപ്പോൾ അത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് പറയുമ്പോൾ ഈ ആംഗിൾ ആയിരിക്കത്തില്ലേ? അപ്പോൾ ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്. അതാണ് 2 പാർട്ടിക്കൽസ് തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ്. അപ്പോൾ സിമ്പിൾ തന്നെ. ഈ ഡിസ്റ്റൻസ് എത്ര? ഇത് a/2 അല്ലേ? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് a/2 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് a/2 ആയിരിക്കുമല്ലോ. ഈ ഡിസ്റ്റൻസ് റേഡിയസ് അല്ലേ? അത് a അല്ലേ? അപ്പോൾ സിമ്പിൾ തന്നെ. ഈ ഡിസ്റ്റൻസ്, ഇത് a/2, ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് a ആണ് അല്ലേ? അപ്പോൾ ഈ തീറ്റ എത്ര കിട്ടും? ഈ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് കണ്ടുപിടിച്ചാൽ പോരെ. നേരത്തെ ചെയ്തല്ലോ, കുറേ തവണ ചെയ്തല്ലേ. അപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു a/2/a. തീറ്റ ഇസ് ഈക്വൽ എത്ര കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടി? ദിസ് ആംഗിൾ ഇസ്, ഈ ആംഗിൾ 60 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ? അതേപോലെ ഈ ആംഗിൾ 60 ഡിഗ്രി തന്നെ കിട്ടത്തില്ലേ? ഇതും a/2, ഇത് a/2, ഇതും റേഡിയസ് a തന്നെയാണ്. അപ്പോൾ ഇതും കോസ് തീറ്റ കണ്ടുപിടിക്കുമ്പോൾ ഇത് തന്നെ എത്ര കിട്ടും? ഇതും 60 ഡിഗ്രി തന്നെ കിട്ടും അല്ലേ? അപ്പോൾ ഇതും 60 ഡിഗ്രി തന്നെ. അപ്പോൾ 2 ആംഗിളും എത്ര കിട്ടി? 60 ഡിഗ്രി. ക്ലിയർ അല്ലേ?
അപ്പോൾ അതെ ഈ ആംഗിൾ 60 ഡിഗ്രി, ഈ ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ ഫേസ് ഡിഫറൻസ് പറയുമ്പോൾ മൊത്തം അല്ലേ, മൊത്തം എത്ര വരും? 60 + 60 ദാറ്റ് ഈസ് 120 ഡിഗ്രി. അപ്പോൾ ഫേസ് ഡിഫറൻസ് എത്രയാണ്? ഫേസ് ഡിഫറൻസ് അല്ല, ആംഗിൾ ഡിഫറൻസ് എത്രയാണ്? 120 ഡിഗ്രി. 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര റേഡിയൻ? ദാറ്റ് ഈസ് 2π/3. 2π/3 അത്രയും റേഡിയൻ. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ഫേസ് ഡിഫറൻസസ് 2π/3. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. അപ്പോൾ കാര്യം മനസ്സിലായാലും ഭയങ്കര ഈസി ക്വസ്റ്റൻ ആണ്. ഒരു ഇക്വേഷൻ്റെ ആവശ്യമില്ല, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഈ ഫേസർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കണമെന്ന് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? പാർട്ടിക്കളുടെ ഓസിലേറ്റ് ചെയ്യുന്ന പൊസിഷൻ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതിന് നേരെ മുകളിൽ സർക്കിൾ വരച്ചിട്ട് സ്ട്രേറ്റ് ലൈൻ അങ്ങ് വരയ്ക്കണം. രണ്ട് പോയിന്റ്സിൽ കോയിൻസൈഡ് ചെയ്യും. എക്സ്ട്രീം പൊസിഷനിലാണെങ്കിൽ ഒറ്റ പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് പാർട്ടികൾ റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ മുകളിലത്തെ പോയിന്റ് ആയിരിക്കും, തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ താഴത്തെ പോയിന്റ് ആയിരിക്കും. പൊസിഷൻ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ എത്ര ആംഗിൾ ട്രാവൽ ചെയ്തു, ആംഗിൾ ഡിഫറൻസിന്റെ തീറ്റ കണ്ടുപിടിച്ചാൽ അത് നമ്മൾ ടൈം പീരീഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടൈം കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഫേസർ ഡയഗ്രാം വെച്ചിട്ട് ടൈം പീരീഡ് മാത്രമല്ല, നമുക്ക് ബാക്കി എല്ലാ സാധനവും കണ്ടുപിടിക്കാം. ഓക്കെ, വെലോസിറ്റി, ആംഗിൾ, വെലോസിറ്റി, ആക്സലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, അങ്ങനെ എല്ലാ സാധനവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒറ്റ ഫേസർ ഡയഗ്രാം കൊണ്ട്. ഓക്കെ, അത് നമുക്ക് വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഫേസർ ഡയഗ്രാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുമ്പോൾ അന്ന് പറഞ്ഞുതരാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ. സോ താങ്ക് യു, ബൈ.